കഴിഞ്ഞ ദിവസം നമ്മുടെ യാത്രയിൽ ഒരു അനുഭവം ഉണ്ടാകുന്ന കേട്ടാ. എൻ്റെ സൈക്കിൾ കംപ്ലൈൻ്റ് ആയിപ്പോയി. ആ ഒരു സമയത്ത് നമ്മൾ ഷെർഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ട്ടാ. അങ്ങനെ നമ്മൾ പെട്ടിരിക്കുന്ന ടൈമിൽ ഇവിടെ കടകൾ കാര്യങ്ങളൊന്നും ഇല്ല ട്ടാ. ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ നമുക്കൊരു നമ്പർ ഒപ്പിച്ച് തന്ന് അത് തവാങ്ങിൽ സൈക്കിൾ റേസ് എടുപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് മെക്കാനിക് ഉണ്ട്. അത് ആസാമിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ ഞാൻ വിളിച്ച് പറഞ്ഞു ബ്രോ എൻ്റെ സൈക്കിൾ കംപ്ലൈൻ്റ് ആയി അങ്ങനെ പെട്ടിരിക്കണേണ് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അവരെന്നോട് പറഞ്ഞു ഞങ്ങൾ ഇന്ന് രാത്രി അതായത് അന്ന് രാത്രി പുറപ്പെടും പിറ്റേ ദിവസം വെളുപ്പിനെത്തും എന്ന് പറയും. അങ്ങനെ ഇവരൊരു 2:45 ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് അതും വെളുപ്പിനെ 2:45 3 മണിയൊക്കെ ആയപ്പോൾ എന്നെ വിളിച്ചതിനോട് പറഞ്ഞ് പുറത്തുണ്ട്. അങ്ങനെ നമ്മൾ സൈക്കിളായിട്ട് ചെന്നിട്ട് നല്ല തണുപ്പ് എന്ന് പറയാൻ അപാര തണുപ്പാണ്. വെളുപ്പിനെ 3 മണിക്കാന്ന് ആലോചിക്കണം. അങ്ങനെ അവന്മാർ എല്ലാം നോക്കി കുറേയൊക്കെ ശരിയാക്കി തന്നിട്ടാ. കുറേയൊന്നും അവന്മാരിൽ ഉണ്ടാകുന്നില്ല, സ്പെയറൊക്കെ തീർന്നു പോയി. ഞാൻ ആലോചിക്കണായിരുന്നു അങ്ങനെ പെട്ടിരിക്കുന്ന സമയത്ത് എവിടെ നിന്നൊക്കെ നമ്പർ കിട്ടി. അങ്ങനെ വിളിച്ച് അവർ ഓക്കെ പറഞ്ഞ് ഇവിടെ ആ ഒരു കൊടും തണുപ്പത്ത് വന്ന് 1 1/2 മണിക്കൂറോളം പണിയെടുത്തിട്ടാ. അവരെന്നോട് പറഞ്ഞ് ശരിക്കും 3 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല ബ്രോ, ഈ റൈസിൻ്റെ പുറകിലായിരുന്നു. അങ്ങനെ രാത്രിക്ക് രാത്രി വീട് പിടിക്കാൻ വേണ്ടി ഇരിക്കണായിരുന്നു. ആ ഒരു സമയത്താണ് ബ്രോ നിങ്ങളുടെ കോൾ വന്നത്, അതുകൊണ്ട് മാത്രം വന്നതെന്നൊക്കെ പറഞ്ഞിട്ടാ. അവന്മാരുടെ ആ ഒരു ഡെഡിക്കേഷനും ആ വർക്കിനുള്ള ഒരു ആത്മാർത്ഥതയൊക്കെ ഉണ്ടല്ലോ, ഞാനിങ്ങനെ ആലോചിക്കണം കേട്ടോ. സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ആ ഒരു കൊടും തണുപ്പത്താണ് അവന്മാർ പണിയെടുത്തത്.